ഓക്കെ, ഒരു ചെറിയ വീഡിയോ കൂടെ എടുത്തുവെച്ചാ. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട്. വീഡിയോ സ്റ്റാർട്ടാണ്. വെൽക്കം ടു തലേദിവസം. സോ ഞങ്ങളിപ്പോ വല്യമ്മയുടെ വീട്ടിൽ പോവാണ്. വല്യമ്മയുടെ വീട്ടിലാണ് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യണേ. അവിടെ കുക്കിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി ഒരു അറ്റൻഡൻസ് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അതെ, ചിന്നുവിൻ്റെ കോമങ്ങ കൊണ്ടുവന്നു മൂത്തത്. അത് അത് അരിഞ്ഞിപ്പം കറി വെക്കുന്നില്ല. ഇതേ ഇരുന്നോണ്ട് അല്ല, ഇവിടെ ആക്ച്വലി ഇപ്പൊ പണി കഴിഞ്ഞു. ഇവിടെ ആക്ച്വലി എല്ലാ പണി കഴിഞ്ഞു. വല്യപ്പോ ഇവിടെ എല്ലാ സാധനം ഉണ്ടാക്കി വെച്ചു. ലാസ്റ്റ് മിനിറ്റ് വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ആവട്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞല്ലോ 3 പ്രാവശ്യം വിഷുവിനല്ല, ഓണത്തിന് നമ്മളിവിടെ ശങ്കാണ്. ഇപ്പൊ രാത്രി 10 മണിയായി. ഞങ്ങളിവിടെ വിഷുക്കണി വെക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഈ മഞ്ചാടിക്കുരു നമ്മുടെ അടുത്ത് പണ്ട് തൊട്ടുള്ളതാ. നമ്മളത് വിഷുക്കണിയിൽ വെക്കുന്നു എന്ന് മാത്രം. പിന്നെ വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതുണ്ട്. ഫ്രൂട്ട്സ് കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കണിക്കൊന്ന, പിന്നെ ഈ 2 വിളക്കുള്ളതിൽ ചെറിയ വിളക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വലിയ വിളക്ക് നമ്മളിപ്പോൾ കണി വെക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ ഒരു ഉരുളി അമ്മച്ചി കണി വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു ഉരുളിയാണ്. പിന്നെ ഇത് നമുക്ക് നെല്ല് ഒക്കെ അമ്പലത്തിൽ നിന്ന് ഇടയ്ക്ക് കിട്ടുന്നതും അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. കണി വെക്കുന്നത് ആക്ച്വലി എല്ലാവർക്കും പല വീടുകളിലും അവർക്ക് ഓരോ കസ്റ്റംസും അവർ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പലരും പൈസ വെക്കും, സ്വർണം വെക്കുന്നത് കണ്ടിട്ടുണ്ട്, ഡ്രസ്സൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നുണ്ട്. ഒരു പ്രോസ്പെരിറ്റിയുടെ സെലിബ്രേഷൻ ആണല്ലോ. അപ്പം നമ്മൾ രാവിലെ നമുക്ക് കാണുമ്പോൾ എന്താ വെച്ച് പറയാ, കൃഷ്ണനെയാണ് കളി കാണേണ്ടത്, ശ്രീകൃഷ്ണനെ. അപ്പൊ ഈ സമ്പൽ സമൃദ്ധമായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. വിളവെടുപ്പ് ഉത്സവമാണല്ലോ ഈ മേടവിഷു. അപ്പൊ അതുകൊണ്ട് ഈ പണ്ട് കാലങ്ങളിൽ അവരവരുടെ വീട്ടിൽ വിളവെടുത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. പിന്നീട് കാലാന്തരത്തിൽ ആൾക്കാർ സ്ഥലവും കുറവ്, കൃഷി കുറവ് അങ്ങനെയൊക്കെ ആയതോടുകൂടെ എന്നാലും ആ കഷ്ടം നിലനിൽക്കണോണ്ട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെക്കുന്നു എന്നാണ്. അപ്പോൾ അവരവരുടെ വീട്ടിലുണ്ടാവുന്ന കായയും ചേനയും ഒക്കെയാണ് വെച്ചിരുന്നത് പണ്ട് കാലത്തൊക്കെ. ഇപ്പം എന്നാലും ചക്ക, പഴം ഒക്കെ വീടുകളിൽ ഉണ്ടാവുന്നതൊക്കെ തന്നെയാണ് എല്ലാവരും വെക്കുന്നത്. നാളികേരം ಶ್ರುತಿ ಸೇರಿದೆ ಸಂವತ್ಸರ ಶುರುವಾಗಿದೆ ಮಧ್ಯಂತರ ಕಳೆಯಲು ಮುಂದಿದೆ ಮನ್ವಂತರ ಮನಸ್ಸುಗಳಿಗೆ ಕಾಲದ ಗತಿ ಕೇಳದವರ ಗಾಯವು ಮಾಯಲು ಕಾಯಲು ಹೇಳುತ್ತ ಅಕ್ಕರೆಯಲಿ ಆಲದ ಮರ ಬಿಳಲಿನ ಬೆರಳಲಿ ನೆಲದಲ್ಲಿ ಬರೆದಿದೆ ಬಿರು ಬೇಸಗೆ ಬಿಸಿ ಕಾಯದೆ ಮುಂಗಾರಿನ ಬಳೆ ಬಾರದು ಗದ್ದತ್ತಲ ഇരുളನು ದಾಟದೆ ಮುಂಜಾನೆಯೂ ಬರಲಾರದು. കുറേ നാളത്തെ എൻ്റെ ബ്രോക്കിനെസ് ഇന്നത്തോടെ നീങ്ങും. എല്ലാ ക്ഷീണം മാറ്റുന്ന ദിവസമാണ്. മണി 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 അയ്യോ
ജോലി കൊടുത്തു ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. ഇവിടെ നമ്മൾ വിഷുവായിട്ട് രാവിലെ ഒന്ന് വന്നതാണ്. രാവിലെ എഴുന്നേറ്റ് സെറ്റൊക്കെ കൊടുക്കുക എന്നത് ഞങ്ങളുടെ അത്ര പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സെറ്റൊക്കെ കൊടുത്തിട്ട് പോവാം. ചേട്ടായിയുടെയും എൻ്റെയും താരനോടും പറ്റില്ല. നമുക്ക് അമ്പലത്തിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതാ. ഭഗവാന്റെ അടുത്ത് നിന്ന് വിഷു കഴിഞ്ഞിട്ട് കിട്ടി. ഹായ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങളിവിടെ കണ്ണൻകുളങ്ങര എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ വന്നിരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി വരണം. ആ അമ്പലത്തിൽ നമ്മൾ വിഷു ആയത് കാരണം കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നിരിക്കണം. ആൻഡ് വി തോട്ട് അധികം ആൾക്കാർ വരില്ല ഇന്ന് കൃഷ്ണനെ കാണാൻ. വിഷു ആണല്ലോ. ആൻഡ് ഓ മൈ ഗോഡ്, ഇതെങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് സച്ച് എ ലോങ് ക്യൂ. അമ്പലം കാണാനേ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ടു ലോങ് അറ്റ് ദിസ് പോയിന്റ്. ഇപ്പം എത്ര മണിയായി? ഇപ്പം സമയം 9:25. ഓക്കെ, നമ്മളെപ്പോൾ അമ്പലത്തിൽ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞ് വരും എന്നുള്ളത് നമ്മൾ അറിയിക്കുന്നതാണ്. എന്താ ഒരു ടൈം പറ, എത്ര മണിയാകുമ്പോഴേക്കും നമ്മൾ അമ്പലത്തിൽ നിന്ന് കണ്ട് ഇറങ്ങുന്നു നോക്കാം. ആ സമയത്തിനുള്ള എത്തുമെന്ന്. 10 മണിക്ക് അമ്പലം എത്തോ? ഓക്കെ, ലസ്സി പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ കയറാറായി. 9:45 ഉള്ളൂ. 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. യെസ്. ആൻഡ് നമ്മൾ കൃഷ്ണനെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണടച്ചിട്ടാട്ടാ, കണ്ണടച്ചാട്ടാ, കണ്ണടക്ക്, കണ്ണടക്ക്. ഉറങ്ങിപ്പോയാ? അതെ, വിഷു എഴുതോട്ടാ. തൊഴുതോ, വിഷുവാണ്. ലിജാനിക്കെടുത്താ? അയ്യോ, വിഷു കഴിഞ്ഞിട്ടോട്ടാ. ഓക്കെ. സോ ദിസ് ഇസ് താഴ്ചയുടെ. ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൽ പോയി വന്നു. ആൻഡ് നൗ ദ ടൈം ഈസ് 10:33. ഓക്കെ, സോ ഞാൻ എന്റെ കേളി ഹെയർ റുട്ടീൻ ചെറുതായിട്ട് ചേച്ചിയുടെ തലയിൽ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഒരിക്കലും ഇതുവരെ കേളി ഹെയർ റുട്ടീൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ നെവർ വോണ്ട് മൈ ഹെയർ കേളി ഓൾസോ. ഇടയ്ക്ക് കുളിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. പക്ഷെ ദാറ്റ്സ് നോട്ട് ലൈക്ക് പ്രിറ്റി കേൾസ് ഒന്നല്ല. പക്ഷെ ഇന്ന് നന്ദ ഡിഡ് മൈ ഹെർ ഹോൾ കേളി ഹെയർ റുട്ടീൻ. ഓക്കെ, സോ ഇതിലിപ്പോ ഒരു ജെൽ കാസ്റ്റ് ഉണ്ട്, ഞങ്ങൾ റിമൂവ് ചെയ്യാൻ പോവാണ്. നൗ ഇത് ASMR ആയിട്ട് ഇങ്ങനെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നുണ്ട്. നൗ ദിസ് ഫീൽസ് ലൈക്ക് എ ഫ്രൈഡ് നൂഡിൽസ്. തൊടുന്ന സമയത്ത് ആക്ച്വലി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നൂഡിൽസിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എന്റെ മുടി ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമ്മളത് സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, കോളി ഹെയർ. എന്റെ മുടി പോലെ നടത്തില്ല, പക്ഷേ ഓക്കെ, ബൈ ബൈ. സോ ദിസ് ഇസ് ഹെർ ഹെയർ നൗ. Okay, she hasn't seen it. Ini will go see her seeing it. Okay, kannadakki vishkaniya. I just have this feeling that it looks like little artificial or something like that. It doesn't look artificial. Kannadachana re. Okay. Okay. Okay, rendu kannu thorkalle. Okay. Can I open now? Yes. Open your eyes. Okay, now. Oh, nice. Oh my god, it looks so black and luscious. Oh wow. Does it have volume? Oh, it has. Ini you can touch your hair. കുഴപ്പമില്ലാത്ത volume. പക്ഷേ I want my idu to Okay. be there. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. Oh wow, it feels so nice. Oh nice, Nanda. You look nice.
Oh, I feel nice. Oh, wow. Oh, this is nice. Okay, fine. Okay. Nice. Oh my god, this looks... Wow, I feel so... Nagate? Oh, it's pretty. So pretty. I'm going to go. Okay. ഇത് ഞാൻ വാച്ചിൽ ഇങ്ങോട്ട് മാറ്റണം. മാറ്റിക്കോ. എന്താണ്? സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്റെ പൊന്ന ആളെ കെട്ടിപ്പിടിക്കല്ലേ. അല്ല ജിത്തിറങ്ങി എത്ര ഉണ്ടെന്ന് നോക്കിട്ട് തീരുമാനിക്കാൻ കെട്ടിപ്പിടിക്കണ വേണ്ട. കൊച്ചിനെ ലുലുപോള പൈസ എടുക്കല്ലേ. എന്റെയാണ്. ഇത് പേപ്പർ കൊള്ളൂല. ഇത് വെച്ചോ. ഞാൻ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് റെഡി ആയിട്ടും ഞാൻ ഇതുവരെ വ്ളോഗിൽ വന്നിട്ടില്ല എന്ന് റിയലൈസ് ചെയ്തപ്പോൾ എടുത്തൊരു ചെറിയ ക്ലിപ്പാണ് കേട്ടോ. മാച്ചിങ് അത് കമ്പിത്തിരി അല്ല, ചന്ദനത്തിരി. ചേച്ചിനെ വലിക്കാൻ പറ്റില്ല. സദ്യ സദ്യ 2025. ഇതാണ് എല്ലാവരുടെയും ഡ്രീം സദ്യ. അതെ, ഡ്രീം സദ്യ. ഇനി കരിമീൻ വരാനുണ്ട്. ചെമ്മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ. താറാവും ചെമ്മീൻ അടിപൊളി. ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് ലിജേന്റെ ഫുഡൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ചെറിയൊരു സഹായം ഉണ്ടായി. എന്നാലും എന്താ ചെയ്തത്? എല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു എന്റെ ഹെൽപ്പ് വേണോ ചേച്ചി. ഞാനൊന്ന് പിടിച്ചു. ഞാനിത് നോക്കട്ടെ. മിക്സി ഒന്ന് അടിച്ചേക്കാൻ പറഞ്ഞു. മിക്സി ഒന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് വിഷു വരണേ. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. ഇത്രയും നേരം ഫുഡ് കഴിച്ചു, അത് മാത്രമാണ് സംഭവിച്ചത്. രാവിലെ എഴുന്നേറ്റു, അമ്പലത്തിൽ പോയി വന്നു, റെഡിയായി വരാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു. വന്നിട്ട് ഇപ്പോൾ വന്നപ്പം തന്നെ ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിച്ചു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നന്ദി ഇവിടെ ചെറുതായിട്ട് ഉറക്കം വന്നിട്ടൊക്കെ ഇരിക്കുകയാണ്. നോട്ട് സെയിങ് ഹായ് ടു ദ വ്ളോഗ്. കൂൾ വേറെ ഒന്നുമില്ല. അതാണ് ഇത്. വ്ളോഗിന് വേണ്ടി, കണ്ടന്റിന് വേണ്ടി ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ബിക്കോസ് വ്ളോഗ് എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്താണ്, വ്ളോഗാണ് ചേച്ചി. ഓക്കെ, കമോൺ. ഇതെന്താണ്? ഓ, വാവയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ട് ചേച്ചി ഇപ്പോൾ ഒരു സാധനങ്ങൾ. ഓഹോ നൈസ്. നോക്കാൻ വേണമെങ്കിൽ ഞാനാ അപ്പ സജിയ അമ്മ സജിയ സജി വയസ്സനായില്ല. 65 വയസ്സായ സജി വയസ്സായില്ല. 52 വയസ്സായ ഹാപ്പി വിഷു.
ആ ധ്വനി ഫോട്ടോ എടുക്കാം. എടാ ഫോട്ടോ ധ്വനി ചെല്ലോ, ഫോട്ടോ എടുക്കാൻ ചെല്ലോ. ഓക്കെ, ഒരു ചെറിയ വീഡിയോ കൂടെ എടുത്ത് വെച്ചാ. പറയണ്ട, വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, കാണാനൊക്കെ ഇടണ്ട. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട്. വീഡിയോ സ്റ്റാർട്ട്. വീഡിയോ സ്റ്റാർട്ടാണ്. സജി നമുക്ക് എല്ലാ കൂടെ പാടാം. ആ പാട്. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഫിറ്റ് ചെക്ക്. സോ ഞാൻ ഇട്ടേക്കണ എൻ്റെ അമ്മയുടെ ബ്ലൗസാണ്. പിന്നെ ഈ സെറ്റ് സാരി രശ്മാൻഡി ആക്ച്വലി കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിന് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ ഈ മാല ഞാൻ റീസെന്റ് എൻ്റെ 2-3 വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടി മേടിച്ച മാലയും കമ്മൽ സെറ്റാണ്. പിന്നെ ഇന്ന് എൻ്റെ ഒരു മെയിൻ ആക്സസറിയാണ് എൻ്റെ മുടി. എൻ്റെ മുടി അളകന്തയുടെ കേളി ഹെയർ റുട്ടീൻ വെച്ച് അളകന്ന് സെറ്റ് ചെയ്ത് തന്നെ കാണിച്ചേ തിരി. ഓക്കെ, അതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ എൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഓക്കെ. ഓക്കെ, അപ്പൊ കുബേജിന്റെ ഫിറ്റ് ചെക്ക്. ഹായ് ഗായ്സ്. ഓണത്തിന് ഇട്ടത് തന്നെയാണ് ഇത്. ഇവിടുന്ന് ഏത് മേടിച്ചതാണ്, അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായിട്ടുണ്ട്. മാല അയ്യോ ഓൺലൈൻ ഏതോ സൈറ്റാണ് എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. Thank you. മാച്ചിങ് കമ്മലാണ്. അപ്പൊ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞാനും കുക്കുചേച്ചിയും ഫിറ്റൊക്കെ എടുത്തിട്ട് നന്ദ മാത്രം ചെയ്യാതിരിക്കായിരുന്നു. അപ്പൊ ധ്വനിമ വന്ന് നന്ദ അടുത്ത് പറയുന്ന നന്ദ ഫിറ്റൊക്കെ ചെയ്ത് തന്നിട്ട് അവളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞങ്ങൾ 3 പേരും ഫിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വാവ സ്വന്തമായിട്ട് ഫിറ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് എൻ്റെ കമ്മൽ, മാല, ഡ്രസ്സ്, മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ കാണിക്കാൻ തുടങ്ങി. ഹായ്. ഇപ്പൊ വിഷു ദിവസം വൈകുന്നേരമാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ചില്ല് ചെയ്തിരുന്നു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെല്ലുമ്മ ഉണ്ടാക്കിയ നെയ്യപ്പം ഉണ്ട്, വെല്ലുമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി ചക്ക വറുത്തതുണ്ട്, അജിയാൻ്റെ കൊണ്ടുവന്ന അടയുണ്ട്. അജിയാൻ്റെ ഇപ്പം എത്തിയുള്ളൂ. ചക്ക വറുത്തത് കഴിക്കുകയാണ് ധനുമ. കാണിച്ചു കൊടുത്തേ ക്യാമറയിൽ ചക്ക വറുത്തത്. ഇല്ല, കിട്ടിയില്ല. അത് മുമ്പ് കൊടുത്തു. ഓക്കെ ഓക്കെ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്കിൽ ശരി, പ്രദീപ്. നീ പ്രദീപിനെടുത്തോ? ഇല്ല വേണ്ട, പ്രദീപിനോട്. ഓ കണ്ട, അച്ഛാവയ്ക്ക് അതൊരു ഡൗട്ടാണ്. അച്ഛൻ മാൻസാന്നൊരു ഡൗട്ടാണ്. ആ വെടിക്ക് ഓക്കെ, വന്നു വരി. സാരച്ചേച്ചി എന്താ കഴിച്ചോണ്ടിരിക്കണേ? ഞാൻ വെല്ലുമുണ്ടാക്കിയ നെയ്യപ്പം. നെയ്യപ്പത്തിൽ എന്തെങ്കിലും കുഴഞ്ഞു ഞാൻ വിചാരിച്ച ചുമ്മാ ഇച്ചിരി രസം തന്നെയല്ലോ.
നല്ല എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും try ചെയ്ത് അഭിപ്രായം പറ. നല്ലതല്ലേ? ആ ഓൾറെഡി ഒരു തരംഗമായിരിക്കുന്നു എന്നൊക്കെ. മടങ്ങിയ ആദ്യം ഫ്ലവർ 3 കളി പിടിച്ചു. വെട്ടി 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 കൊള്ളാം, നല്ല കളി. അത് കൊള്ളാം. അത് അജു ഇട്ടുക. ഡയമണ്ട് 4. ഓക്കെ എവരിബഡി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ വിഷു? അടിപൊളിയായിരുന്നു. കറികളൊക്കെ സൂപ്പർ ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. യാ, ഭയങ്കര ലോക്കി പരിപാടിയായിരുന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തു. അപ്പൊ ഓക്കെ, നമുക്കിനി അപ്പൊ ഇനി ഞങ്ങളുടെ വീട്ടിലെ എന്താ ക്രിസ്മസും വിഷു ഇപ്പൊ നിങ്ങൾ കണ്ടു. ഇനി അടുത്തടുത്ത ഓണവും സംഭവങ്ങളും എല്ലാവരും നമുക്ക് പതുക്കെ പതുക്കെ ഓരോരോ വ്ളോഗൊക്കെ ആയിട്ട് കാണാം. അപ്പൊ ഓക്കെ എവരിബഡി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പൊ വ്ളോഗ് നമ്മൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഹലോ, എക്സ്ക്യൂസ് മീ എവരിബഡി, ഒന്ന് ബൈ വ്ളോഗ് എന്ന് പറയുമോ?